أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بل قلوبهم في غمرة من هذا ولهم أعمال من دون ذلك هم لها عاملون. حتى إذا أخذنا مترفيهم بالعذاب إذا هم يجأرون. لا تجأروا اليوم إنكم منا لا تنصرون. قد كانت آياتي تتلى عليكم فكنتم على أعقابكم تنكصون مستكبرين به سامرا تهجرون. സൂറത്തുൽ മുഅ്മിനൂൻ 63 മുതൽ 7 വരെയുള്ള ആയത്തുകൾ. ബൽ ഖുലൂബുഹും, പക്ഷേ അവരുടെ ഹൃദയങ്ങൾ, ഫീ ഗംറത്തിൻ മിൻ ഹാദാ, ഇതിൻ്റെ കാര്യത്തിൽ അശ്രദ്ധയിലായിരുന്നു, അല്ലെങ്കിൽ ബോധമില്ലായ്മയിലായിരുന്നു, അന്തക്കേടിലായിരുന്നു എന്നർത്ഥം. വലഹും അഅ്മാലുൻ മിൻ ദൂനി ദാലിക്, അവർക്ക് ഇതല്ലാത്ത കുറേ പണികളുണ്ട്. ഹും ലഹ ആമിലൂൻ, അവർ അതിൻ്റെ ആമിലുകൾ, അതിൻ്റെ പണിക്കാരാകുന്നു, അഥവാ അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാകുന്നു. ഹത്താ ഇദാ അഖദ്ന മുത്രഫീഹിം, നാം അവരിലെ സുഖലോലുപരെ പിടികൂടിയാൽ, ബിൽ അദാബി, ശിക്ഷ കൊണ്ട്, ഇദാഹും യജ്അറൂൻ, അപ്പോൾ അവരതാ വിലപിക്കുന്നു, അല്ലെങ്കിൽ നിലവിളിക്കുന്നു. ലാ തജ്അറുൽ യൗമ, ഇന്ന് നിങ്ങൾ നിലവിളിക്കേണ്ട. ഇന്നക്കും മിന്നാ ലാ തുൻസറൂൻ, ഇന്ന് നിങ്ങൾ നമ്മിൽ നിന്ന് സഹായിക്കപ്പെടുന്നതല്ല. അദ്കാനത്ത് ആയാത്തി തുത്ല അലൈക്കും, എൻ്റെ ആയത്തുകൾ നിങ്ങൾക്ക് പാരായണം ചെയ്ത് തരപ്പെടുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിവരിച്ച് നൽകപ്പെടുന്നുണ്ടായിരുന്നു. ഫകുൻതും അലാ അഅഖാബിക്കും തൻകിസൂൻ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിന്നോട്ട് തിരിഞ്ഞു കളയുന്നവരായിരുന്നു. അഖബ് മടമ്പാണ്, അഖാബ് മടമ്പിൻ്റെ ഭാഗത്തേക്ക് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. തൻകിസൂൻ, തിരിഞ്ഞു കളയുക. നിങ്ങൾ പിന്നോട്ട് തിരിഞ്ഞു പോകുന്നവരായിരുന്നു, അഥവാ അവഗണിക്കുന്നവരായിരുന്നു. എങ്ങനെ? മുസ്തക്ബിരീന ബിഹി, അതിനോട് അഹങ്കാരം കാണിക്കുന്നവരായിക്കൊണ്ട്. ഇസ്തക്ബറ, അഹങ്കരിച്ചു. സാമിറൻ തഹ്ജുറൂൻ, സാമിർ, സമീർ എന്നൊക്കെ പറഞ്ഞാൽ രാത്രി ഉറങ്ങാതിരുന്ന് കഥ പറയുന്ന ആൾ എന്നാണ്. ഈ കഥ പറഞ്ഞ് സമയം കളയുക, അതിനാണ് സമറ എന്ന് പറയാം. സാമിറൻ തഹ്ജുറൂൻ, നിങ്ങളതിനെ കളിയാക്കിക്കൊണ്ട്, ഹജർ പരിഹസിക്കുക, ബത്സിക്കുക എന്നൊക്കെ അർത്ഥം. ബത്സിച്ചുകൊണ്ട് രാക്കഥ പറയുന്നവരായിട്ട്, അവഗണിച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടി പിരിഞ്ഞു പോകുന്നവരായിരുന്നു നിങ്ങൾ. മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തിയ ഒരു കിതാബ് നമ്മളുടെ അടുത്തുണ്ട് എന്ന് മുകളിൽ പറഞ്ഞല്ലോ. കുന്ന നസ്തൻസിഖു മാ തഅമലൂൻ, അവര് പ്രവർത്തിക്കുന്നത് മുഴുവൻ നാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ജാസിയയിൽ. കഴിഞ്ഞ ദിവസം പറഞ്ഞതിലുണ്ടത്. ഇന്നാ കുന്ന നസ്തൻസിഖു മാ കുന്തും തഅമലൂൻ. പക്ഷെ ഇങ്ങനെ കോപ്പിയെടുത്ത് വെക്കുന്നുണ്ട്, റെക്കോർഡാകുന്നുണ്ട്, അത് ഹാജരാക്കപ്പെടും, അതിന് വിശദീകരണം നൽകേണ്ടി വരും, അതിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷാശിക്ഷകൾ നൽകും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ആ വഴിക്ക് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. ബൽ ഖുലൂബുഹും ഫീ ഗംറത്തിൻ മിൻ ഹാദാ, നമ്മുടെ ഈ ക്യാമറ സർവൈലൻസ്, നമ്മൾ ചെയ്യുന്നതും പറയുന്നതും ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോൾ റെക്കോർഡ്,
ഒരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ ഫോണിൽ നമ്മൾ പറയുന്നത് റെക്കോർഡാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യർ സ്വാഭാവികമായിട്ടും ഒന്ന് ശ്രദ്ധിച്ചാണ് പിന്നെ വർത്തമാനം പറയുക. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും അതിൻ്റെ ഫുൾ ആസ്പെക്റ്റിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് പരലോക നിഷേധികളായ ആളുകൾ അവര് അശ്രദ്ധയിലാണ്, അന്തക്കേടിലാണ്. 54-ാമത്തെ ആയത്തിൽ ഫദർഹും ഫി ഗംറത്തിൻ ഹത്താ ഹീൻ, അവരുടെ അശ്രദ്ധയിൽ വിട്ടേക്കൂ നിശ്ചിത കാലം വരെ എന്ന് പറഞ്ഞല്ലോ. അതിലേക്കാണ് ഇതിൻ്റെ കണക്ഷൻ. പക്ഷേ അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ അവർ ഗംറത്തിലാണ്. പിന്നെ എന്താണ് അവർ ചെയ്യുന്നത്? വലഹും അഅ്മാലും മിൻ ദൂനി ദാലിക, അതല്ലാത്ത അഥവാ അവരുടെ ഭാവി ഭാഗധേയം നിർണയിക്കുന്ന ഈ രേഖയെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ അവർക്ക് നേരമില്ല. അവർക്ക് അതല്ലാത്ത പണിയുണ്ട്. അഥവാ അവരുടെ ചീത്ത കാര്യങ്ങൾ, അവരുടെ വിനോദങ്ങൾ, അവരുടെ പേക്കൂത്തുകൾ, അതുപോലെ അവരുടെ വിഗ്രഹാരാധന എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. അങ്ങനെ പിടിപ്പത് പണിയുണ്ട്. അവർക്ക് അവരുടെ പരലോകത്തെക്കുറിച്ചൊന്നും ആലോചിക്കാൻ നേരമില്ല. അവർ വലിയ ബിസിയാണ് എന്നർത്ഥം. ഹും ലഹ ആമിലൂൻ, അവരതിൻ്റെ ഹാമിലുകളാണ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനായിട്ട് ഒഴിഞ്ഞു വെക്കപ്പെട്ട ജീവിതമാണ് അവരുടേത്. അതുകൊണ്ട് തന്നെ അവർക്ക്, ഈ തൊഴിലാളിക്ക് അങ്ങനെയാണല്ലോ, തൊഴിലിൻ്റെ ഇടയിൽ പിന്നെ മറ്റൊരു കാര്യത്തിന് നേരം ഉണ്ടാവില്ല എന്നതുപോലെ ഈ വൃത്തികേടുകളുടെ തൊഴിലാളികളാണ് അവർ. അവർക്ക് വേറൊന്നും ചിന്തിക്കാൻ നേരമില്ല എന്നർത്ഥം. പക്ഷെ അത് എത്ര വരെയാണ് ഉണ്ടാവുക? ഹത്താ ഇദാ അഖദ്നാ മുത്രഫീഹിം ബിൽ അദാബി ഇദാ ഹും യജ്അറൂൻ, അവരിലെ സുഖലോലുപരെ ശിക്ഷ കൊണ്ട് പിടികൂടിയാൽ പിന്നെ ചെയ്യുന്ന പണി അവർ നിലവിളിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ അഅ്മാലും ദൂനദാലിക എന്ന് പറഞ്ഞത് തർഫാണ്. അഥവാ പിന്നെ അവർ സുഖലോലുപതയിൽ മുഴുകി ഒന്നും ചിന്തിക്കാതെ കഴിയായിരുന്നു എന്നുള്ളത് വ്യക്തമായി ആ വാക്കോടുകൂടി. അങ്ങനെ അവരിലെ മുത്രഫീങ്ങളെ അഥവാ സമ്പത്തും സുഖാഡംബരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തോന്നിയാസങ്ങളിൽ മുഴുകുന്ന ആളുകൾ, അവരെയാണ് മുത്രഫി എന്ന് പറഞ്ഞത്. സൂറത്തുൽ ഇസ്രായിൽ വൈദാ അറദ്ന അൻ നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫീഹിം ഫഫസഖൂ ഫിഹാ ഫഹഖ അലൈഹിൽ ഖൗലു ഫദമ്മർനാഹാ തദ്മീറ. ഒരു നാടിനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ആ പണി അതിലെ സുഖലോലുപരെ അങ്ങോട്ട് ഏൽപ്പിക്കും. അങ്ങനെ അവരവിടെ തോന്നിയാസം കാണിക്കും. അങ്ങനെ നാം അതിനെ തകർത്ത് കളയുകയും ചെയ്യും എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. ഇങ്ങനെ അള്ളാഹു ആദ്യം പിടികൂടുക അതിലെ സുഖാഡംബരങ്ങളിൽ മുഴുകിയ നേതാക്കന്മാർ, മുൻനിരക്കാരുമായ ആളുകളെയാണ്. അവരെ ശിക്ഷ കൊണ്ട് പിടികൂടിയാൽ അവർക്ക് നേരത്തെ പരലോകത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ സാവകാശമുണ്ടായിരുന്നു. പക്ഷെ അവർക്കതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരവരുടെ ആഡംബരങ്ങളിൽ മുഴുകുകയായിരുന്നു. എന്നാൽ അല്ലാഹു തആലാന്റെ ശിക്ഷ പിടികൂടിയാൽ അവരൊക്കെ നിലയും വിളിയും കൂട്ടുകയാണ് ചെയ്യുക. അവർ കൊച്ചുകുട്ടികളെ പോലെ നിന്ന് കരയും. അപ്പോൾ പാവങ്ങളും പാവപ്പെട്ടവനും അല്ലാത്തവനും ഒക്കെ ഒരുപോലെയായി മാറും. അന്ന് അവരോട് പറയപ്പെടുന്ന വർത്തമാനമാണ് പിന്നെ പറയുന്നത്. ലാ തജ്അറുൽ യൗമ ഇന്നകും മിന്നാ ലാ തുൻസറൂൻ, ഇന്ന് നിങ്ങൾ വിലപിക്കേണ്ട, ഇന്ന് നിങ്ങൾ അലറുക, നിലവിളിക്കുക ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താണ്? ഇന്ന് നമ്മിൽ നിന്ന് നിങ്ങളൊരു സഹായവും നൽകപ്പെടുകയില്ല. അഥവാ ഇന്ന് നിലയും വിളിയും കൂട്ടിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അതേ സമയത്ത് നേരത്തെ ആയിരുന്നെങ്കിൽ, അതൊന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ഇത് വേണ്ടി വരില്ലായിരുന്നു. പക്ഷെ ഇന്ന് നിലയും വിളിയും കൂട്ടിയിട്ട് യാതൊരുവിധ സഹായവും വേണ്ടി വരുമായിരുന്നില്ല. നിങ്ങളെ സഹായിക്കാനുള്ള ഏർപ്പാട് അല്ലാഹു തആല നേരത്തെ ചെയ്തിട്ടുണ്ട്. അതെന്താണ്? അള്ളാഹിൻ്റെ റഹ്മത്ത്, അള്ളാഹിൻ്റെ ആയത്ത്, അള്ളാഹിൻ്റെ നബുവത്ത്, ഇതൊക്കെ ഇതിലൂടെയുള്ള സഹായങ്ങളൊക്കെ കിട്ടിയിരുന്നു. അന്തക്കേടിൽ നടക്കുന്ന മനുഷ്യരെ, യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം, ഓ മനുഷ്യ, നിന്റെ റബ്ബിൻ്റെ കാര്യത്തിൽ നിന്നെ അശ്രദ്ധനാക്കിയത് എന്താണ് എന്നൊക്കെ അവനോട് പലതവണ ചോദിച്ചിരുന്നു. അതാണ് പിന്നെ പറയുന്നത്. ഖദ് കാനത്ത് ആയാതി തുത്ല അലൈക്കും ഫകുൻതും അലാ അഖാബിക്കും തൻകിസൂൻ, നിങ്ങളെ ഈ നാശത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള എൻ്റെ ആയത്തുകൾ നിങ്ങളുടെ മേൽ ഓതിക്കേൾപ്പിക്കപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ പിന്തിരിഞ്ഞ് നടക്കുകയായിരുന്നു ചെയ്തിരുന്നത്, അവഗണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞ് നടക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇനി ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. രക്ഷിക്കാനുള്ള വർത്തമാനമൊക്കെ മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കഴിയുന്നത് കൊണ്ട്
രക്ഷിക്കപ്പെടുകയില്ല. അങ്ങനെയാണല്ലോ അള്ളാഹുവിൻ്റെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ മുഴുവൻ പാപങ്ങളും ഒഴുക്കിക്കളയാൻ ആത്മാർത്ഥമായി മനസ്സിൽ നിന്ന് കണ്ണിലൂടെ വരുന്ന 2 തുള്ളി നീരുകൊണ്ട് ഭൂമിയോളം പാപം ചെയ്തവന് അത് ഒഴുക്കിക്കളയാൻ കഴിയും. ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കുകയും ബോധം വരേണ്ട സമയത്ത് ബോധം വരികയും ചെയ്താൽ അങ്ങനെയാണ്. ആ സന്ദർഭം അവസരം നഷ്ടപ്പെടുത്തിയതിന് ശേഷം പിന്നെ എത്ര കരഞ്ഞിട്ടും സങ്കടപ്പെട്ടിട്ട് മാത്രമല്ല അലറിയിട്ട് പോലും ഒരു കാര്യവും ഉണ്ടാക്കുകയില്ല എന്നർത്ഥം. അതാണ് ലാ തജ്അറുൽ യൗമ ഇന്നക്കും മിന്നാ ലാ തുൻസറൂൻ എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾ നിലവിളിക്കേണ്ട, ഒരു സഹായവും ലഭിക്കുകയില്ല എന്ന് പറഞ്ഞത്. പിന്നെ അന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചെയ്തിരുന്നത് അവഗണിച്ചു പോകുകയായിരുന്നു. വിളിച്ചു അന്ന് നിങ്ങളെ മുസ്തക്ബിരീന ബിഹി സാമിറൻ തഹ്ജറൂൻ. നിങ്ങൾ അവഗണിച്ചു പോകുക എന്ന് മാത്രമല്ല, കളിയാക്കിക്കൊണ്ട് വീമ്പ് പറയുകയായിരുന്നു. സാമിറൻ തജ്ഹറൂൻ എന്ന് പറഞ്ഞാലേ, തഹ്ജുറൂൻ എന്ന് പറഞ്ഞാലേ പിന്നെ ഈ വെടിവെട്ടങ്ങൾ പിന്നെ ഖുറൈശികൾ ചെയ്തിരുന്ന പണിയാണ്. കഅബയുടെ പരിസരത്തിരുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെയൊക്കെ കളിയാക്കിക്കൊണ്ട് ഡമ്പ് പറഞ്ഞ് കള്ളും കുടിച്ചിരുന്ന് വീമ്പ് പറഞ്ഞ് നേരം വെളുപ്പിക്കുക. ഇതായിരുന്നു അവരുടെ പരിപാടി. അങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് നിങ്ങൾ കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബൽസിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടുകയായിരുന്നല്ലോ. ഇതുപോലെയാണ് ലോകത്ത് എല്ലാ കാലത്തും മുത്തറഫികളുടെ പരിപാടി. അവർ സത്യത്തിലേക്ക് വിളിക്കുമ്പോൾ അവർ സത്യത്തിനെ കളിയാക്കലാണ് അവരുടെ കാര്യമായ പണി. അതേ സമയത്ത് പിടി വീഴുമ്പോൾ അവർ നിലയും വിളിയും കൂട്ടുകയാണ് ചെയ്യുക. പക്ഷേ അവരോട് പറയപ്പെടും, ഇപ്പോൾ ഇതുകൊണ്ട് പ്രയോജനമില്ല, കാരണം അതിൻ്റെ സമയം കഴിഞ്ഞുപോയി എന്ന് അവരോട് പറയപ്പെടും എന്ന താക്കീതാണ്. ആദ്യം പറഞ്ഞത് അവരെ അവരുടെ ഖംറത്തിൽ വിട്ടേക്കൂ എന്നാണ്. എന്നിട്ട് പിന്നെ യഥാർത്ഥ സത്യവിശ്വാസികളുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ വിഷയം വീണ്ടും പറയുകയാണ്. അവരിപ്പോൾ ഖംറത്തിലാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഖംറത്ത് മാറി ബോധം വരും അവർക്ക്. പക്ഷെ അപ്പം കാര്യം ഉണ്ടാകില്ല. അപ്പം അവരോട് പറയപ്പെടും, നിങ്ങൾ അഹങ്കരിച്ചുകൊണ്ട് കളിയാക്കുകയായിരുന്നല്ലോ നേരത്തെ എന്ന്. ഫിറോവിന് അലിയും വിളിയും കൂട്ടുന്നുണ്ടല്ലോ മുങ്ങി മരിക്കാൻ നേരത്ത്, അള്ളാൻ്റെ ശിക്ഷ പിടികൂടിയപ്പോൾ. എന്നിട്ട് ഞാൻ മുസ്ലിമാണെന്ന് വരെ പറയുന്നുണ്ട്. ആമൻതു ബില്ലദി ആമനത്ത് ബിഹി ബനു ഇസ്രായേൽ, ആമൻതു അല്ലാ ഇലാഹ ഇല്ലല്ലദി ആമനത്ത് ബിഹി ബനു ഇസ്രായേൽ വാന മിനൽ മുസ്ലിമീൻ. ഞാൻ ബനി ഇസ്രായേലിൽ വിശ്വസിച്ച എന്തോ ഒന്നുണ്ടല്ലോ, അതല്ലാതെ ഇലാഹില്ല എന്ന് ഞാനും വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് ആ മരണവെപ്രാളത്തിൽ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഫിറൗൻ. അതുപോലെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഉണ്ടാക്കുകയില്ല എന്നർത്ഥം. ഇനിയും അതേ സംബന്ധിച്ച് അവരോടുള്ള ചില ചോദ്യങ്ങളാണ് പിന്നെ ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അടുത്ത ആയത്തിൽ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദ്റ. അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹബ ഹമ്മിനാ വഗമ്മിനാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.